ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെല്ലാവരും പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവണം. കാരണം ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേദങ്ങളിൽ പ്രഭാതത്തിന് ഉഷസ് എന്നാണ് പറയുക. നിങ്ങൾ സിനിമാ പാട്ടിലൊക്കെ ഉഷസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഉഷസ്സിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് പ്രാചീന ഋഷിമാർ കണ്ടിരുന്നത്. നേരത്തെ എഴുന്നേൽക്കുക, പ്രഭാതത്തിൽ എഴുന്നേൽക്കുക. ഇന്നിപ്പോൾ പല ആളുകളും പറയുന്നുണ്ട്, പല സ്റ്റഡികളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ ഉഷസ്സിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പറയുന്ന അനേകം മന്ത്രങ്ങളുണ്ട് കേട്ടോ. അതിൽ 1, 2, 3 മന്ത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്ന്, അമാസത്തെ വഹസി ഭൂരിവാമം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. ഇത് ഋഗ്വേദത്തിൽ 1-ാം മണ്ഡലത്തിൽ 124-ാമത്തെ സൂക്തത്തിൽ 12-ാമതായി വരുന്ന മന്ത്രമാണ്. എന്താ അതിനർത്ഥം? ഗൃഹകാര്യങ്ങൾ, നമ്മുടെ വീട്ടിൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഉഷസ് അഥവാ പ്രഭാതം ധാരാളം ധനം നൽകുന്നു. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ഉഷസ് ധാരാളം ധനം നൽകും എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാതം രാവിലെ തന്നെ ഒരു കൊട്ടയിൽ കുറേ ധനവുമായിട്ട് വരുമെന്നാണോ? അല്ല, മറിച്ച് എന്താണ്? പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ധാരാളം സമയം കിട്ടും. അവരുടെ ജീവിത ചുറ്റുപാട് വൃത്തിയുള്ളതായിരിക്കും. അവരുടെ ലക്ഷ്യങ്ങൾ പരിസ്ഫൂർത്തീകരിക്കാനുള്ള സമയം അവർക്ക് കിട്ടും. അതാണ് ഒരു പ്രധാന കാര്യം. ഇനി ഋഗ്വേദത്തിൽ തന്നെ 1-ാം മണ്ഡലത്തിൽ 113-ാമത്തെ സൂക്തത്തിൽ 6-ാമതായിട്ട് ഉഷസ്സിനെ കുറിച്ച് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ക്ഷത്രായത്വം ശ്രവസേ ത്വം മഹീയ ഇഷ്ടയേ എന്നാണ് മന്ത്രം. ഈ മന്ത്രം പറയുന്നത് എന്താണ്? ഉഷസ് മനുഷ്യനെ പുരുഷാർത്ഥം, അന്നം, യജ്ഞം എന്നിവയ്ക്കായി പ്രേരിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണിത്. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ നമുക്ക് അത് മനുഷ്യന് പുരുഷാർത്ഥങ്ങൾ നേടുന്നതിന് വേണ്ടി, പുരുഷാർത്ഥം നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമാർത്ഥ കാമ മോക്ഷമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4 ഉണ്ടാവുക. ഈ പുരുഷാർത്ഥം നമുക്ക് സാധ്യമാണ്. അത് നമ്മെ പ്രേരിപ്പിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നവർക്കാണ് ഈ പ്രേരണ കിട്ടുന്നത്. ആ ഉഷസ് മനുഷ്യനെ പുരുഷാർത്ഥം, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? അന്നം, യജ്ഞം എന്നിവയ്ക്കായി പ്രേരിപ്പിക്കുന്നു. അതായത് രാവിലെ അന്നം, ഭക്ഷണത്തിനുള്ള സാധ്യത ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ മനസ്സിൽ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവുന്നു. യജ്ഞം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവുന്നു. അങ്ങനെ പ്രഭാതം നമ്മളെ കൂടുതൽ എന്താക്കും? പ്രേരണയ്ക്കായി നമുക്ക് പലതരത്തിലുള്ള പ്രേരണകൾ നമുക്ക് നൽകുന്നു. ഇനി 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതും ഋഗ്വേദത്തിൽ തന്നെയാണ്. 4-ാം മണ്ഡലത്തിൽ 51-ാമത്തെ സൂക്തത്തിൽ 1-ാമത്തെ മന്ത്രമാണ്. എന്താണ്? ഗാതും കൃണ്വൻ ഉഷസോജനായ. ഉഷസ് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യർക്ക് മാർഗം കാട്ടിക്കൊടുക്കുന്നു. മാർഗം, ലക്ഷ്യം കാട്ടിക്കൊടുക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നവർക്ക്. ഈ 3 മന്ത്രങ്ങളിൽ ഉഷസ്സിൻ്റെ പ്രാധാന്യം, രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുകയാണ്. ജീവിതത്തിൽ വൻ നേട്ടം കൈവരിച്ചവരെല്ലാം രാവിലെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരാണ്. കാരണം അവരുടെ ആരോഗ്യം, അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സമയം ഇതെല്ലാം കൂടുതലായിരിക്കും. മാത്രമല്ല അവർക്കെല്ലാം കൃത്യമായ പ്രഭാത പദ്ധതികളും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നിശ്ചിതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നമുക്കും കൃത്യമായ ചില പ്രഭാത കർത്തവ്യങ്ങൾ ആവശ്യമുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം ഇന്നത്തെ ഈ സത്സംഗത്തിൽ. ഇതിനെ പഞ്ചമഹായജ്ഞങ്ങൾ എന്നാണ് പ്രാചീന ഭാരതത്തിൽ വിളിച്ചിരുന്നത്. ജീവിതത്തിൽ വൻ വിജയം കൈവരിച്ചവർ പ്രഭാതത്തെ തലേ ദിവസം രാത്രി തന്നെ കൃത്യമായി രൂപപ്പെടുത്തി വെക്കും. ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവർ രാവിലെ എഴുന്നേൽക്കുക. തലേ ദിവസം തന്നെ അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് രാവിലെ ദൃഢനിശ്ചയത്തോടു കൂടി എഴുന്നേൽക്കുന്നു. തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അരികിലെത്താനുള്ള ഒരു മഹത്തമായ ഒരു സുദിനമായിട്ട് അവർ ഓരോ ദിവസത്തെയും കാണുകയാണ്.
ഓരോ ദിവസവും ഇന്ന് പ്രഭാതമാവുമ്പോൾ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമാജത്തിന് വേണ്ടി, ഈ ഓരോ വ്യക്തികൾക്കും വേണ്ടി എനിക്ക് എന്നെക്കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് കരുതിയാണ് അവർ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും കാണാറുണ്ടോ? അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കേൾക്കുന്നത് നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഉടനെ തുടങ്ങണം. അതിനനുസരിച്ച് കൃത്യമായ ദൈനംദിന പദ്ധതികൾ തയ്യാറാക്കാറുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം എൻ്റെ. നിങ്ങളങ്ങനെ നിങ്ങളുടെ ദൈനംദിന പദ്ധതികൾ, ജീവിതത്തിൻ്റെ പ്ലാൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഭാരതത്തിലെ പ്രാചീന വ്യക്തിത്വ നിർമ്മാണ കലയായ ബ്രഹ്മയജ്ഞം കൃത്യമായ ഒരു ജീവിത പദ്ധതിയാണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഇതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ബ്രഹ്മയജ്ഞവും ചെയ്യേണ്ടത്. ബ്രഹ്മയജ്ഞം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ഡീക്ലട്ടേഡ് ആവും. നമ്മളെ മനസ്സിന് ഒരു ഷാർപ്പ്നെസ്, ഒരു മൂർച്ച കൈവരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് ബ്രഹ്മയജ്ഞം അറിയില്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങണം. ഞാനിത് പഠിപ്പിക്കുന്നുണ്ട്, ഞാനിത് എത്രയോ പേരെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണവും നല്ല ഊർജ്ജം നമുക്ക് നൽകുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കുന്നതിലല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതെന്ന് അർത്ഥം. അതിനാൽ ജീവിതത്തിന് വ്യക്തമായ ഉദ്ദേശ്യമുണ്ടാകണമെങ്കിൽ കൃത്യമായ പ്രഭാത പദ്ധതികൾ നമുക്ക് ആവശ്യമാണ് എന്ന് വേദം നമ്മെ പഠിപ്പിക്കുന്നു.